പ്രചരണത്തിന് വീടുകളിലൊക്കെ പോകുമ്പോഴൊക്കെ ആൾക്കാരിങ്ങനെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഫേക്കാണെന്ന് പറയും. പിന്നെ ചാനലുകാർ വിളിച്ച് അവർ പിന്നെ ഇങ്ങനെ റിട്ടേണിംഗ് ഓഫീസർക്ക് അങ്ങനെ ഒരു ആൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം പരാതി കൊടുത്തു സ്റ്റേഷനിലും ആറുകൾക്കൊക്കെ പരാതി കൊടുത്തു. വേങ്ങര പഞ്ചായത്തിലെ 12ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു ഇമേജ് പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രധാനമായി ബുർക്ക ധരിച്ചുള്ള ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയുടെ ഫോട്ടോയാണ് പ്രചരിപ്പിക്കുന്നത്. SP ഫാത്തിമ നസീർ 12ാം വാർഡ് UDF സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഈ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നത്. പ്രധാനമായി എന്താണ് ഈ ഒരു കാരണം? ഈ ഒരു സ്ഥാനാർത്ഥി തന്നെയാണോ ഇവിടെ മത്സരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് വലിയൊരു പ്രചരണം, ഇത് തെക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലും ഈ ഒരു പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. ബുർക്ക ധരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി മലപ്പുറത്ത് വേങ്ങരയിൽ മത്സരിക്കുന്നു എന്ന രീതിയിൽ വലിയ തോതിൽ ഈ പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഈ വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അലി അക്ബർ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ശരിക്കും ഈ സംഭവം? ഇത് ഏതാനും ദിവസങ്ങളായി വേങ്ങര മണ്ഡലത്തിൽപ്പെട്ട വേങ്ങര ഗ്രാമപഞ്ചായത്ത് എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് പരിസരം, ഇവിടുത്തെ 12ാം വാർഡ് സ്ഥാനാർത്ഥി ആക്ച്വലി മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്, UDF സീറ്റ് ധാരണയിൽ ഈ വാർഡിൽ നിൽക്കുന്നത്. ഇതിൽ മത്സരിക്കുന്ന NT മൈമൂന എന്ന് പറയുന്ന വളരെ പരിണിതപ്രജ്ഞയായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. UDFൻ്റെ ചിഹ്നമായിട്ടുള്ള കോണി ചിഹ്നത്തിലാണ് ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മാത്രവുമല്ല ഈ സ്ഥാനാർത്ഥി കഴിഞ്ഞ 20ാം വാർഡിലെ മെമ്പറായിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന് മുമ്പ് ഒരു ഭരണസമിതിയിലും മെമ്പറായിരുന്നു, ബ്ലോക്ക് ഭരണസമിതിയിലും മെമ്പറായിരുന്നു. അങ്ങനെ വലിയ പരിണിതപ്രജ്ഞയും നിരന്തരം വനിതാ ലീഗിൻ്റെ ഒക്കെ സാരഥിയായിട്ടുള്ള സ്ത്രീയാണ്. അവരെ എടുത്ത് കാണിക്കുന്ന ഈ നാട്ടിൽ യഥേഷ്ടം വേങ്ങര പഞ്ചായത്തിലുടനീളം ഒരു സ്ഥാനാർത്ഥി ഞങ്ങളുടെ യഥാർത്ഥ സ്ഥാനാർത്ഥിയായി നിൽക്കെ SP ഫാത്തിമ നസീർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി, മുഖമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ആദ്യം വന്നത്, ഞങ്ങളതൊരു ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ ഇന്നലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ, ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാഫി ചാലിയുമായി ഞങ്ങളുമായി ബന്ധപ്പെടുകയുണ്ടായി. ഷാഫി ചാലിയത്തിന് സംശയ നിവാരണം നടത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ വരണാധികാരിക്ക് സ്ഥാനാർത്ഥിയെ കൊണ്ട്, ഞങ്ങളുടെ NT മൈമൂന എന്ന് പറയുന്ന യഥാർത്ഥ സ്ഥാനാർത്ഥിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയുണ്ടായത്. അതിനുശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട SHOക്കും പരാതി കൊടുത്തു. ഇനി ഞങ്ങളതുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. മണ്ഡലം UDF കൺവീനർ എന്നുള്ളവർക്ക് ഞാനും ചെയർമാൻ PA ചെറിയതും കൂടി ഒപ്പിട്ട ഒരു പത്രസമ്മേളനം ഇന്നലെ പത്രക്കുറിപ്പായിട്ട് ഇറക്കി പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഇനി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഇങ്ങനെ UDFനെയും പ്രത്യേകിച്ച് ഈ നാടിനെയും തേജോവധം ചെയ്യാൻ തൽപര കക്ഷികൾ, നമുക്കറിയാമല്ലോ, വംശീയമായും വർഗീയമായും അല്ലെങ്കിൽ ഇപ്പോഴും ഇതുപോലുള്ളൊരു സ്ഥലമാണ് വേങ്ങര, മലപ്പുറം ജില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ ആരോ പടച്ചു വിട്ടതാണ്. ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ ഛേദോവികാരം നമുക്ക് ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഈ നാടിനെ മോശമാക്കുക, ഇങ്ങനൊരു അന്തരീക്ഷത്തിലാണ് ലീഗിൻ്റെ പ്രത്യേകിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്ന് സമൂഹത്തിൽ അങ്ങനൊരു അന്തചിത്ര പരത്താൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അതുകൊണ്ട് ഇത് വന്നത് ഏതാണ്ട് 3-4 ദിവസമായി എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ശക്തമായി പെട്ടത് 2 ദിവസം മുമ്പാണ്. അങ്ങനെ കേട്ടു. ഉത്തരേന്ത്യ അടക്കമുള്ളിടത്തൊക്കെ ഇത് ഇപ്പം മലയാളത്തിലാണ് ആദ്യം ഈ പോസ്റ്റർ വന്നത്, ഈ വ്യാജ പോസ്റ്റർ വന്നത് സോഷ്യൽ മീഡിയ പോസ്റ്ററാണ്. അതതിന് ശേഷം പിന്നെ ഇംഗ്ലീഷിലേക്കും മറ്റുള്ള ഭാഷകളിലേക്കൊക്കെ വിവർത്തനം ചെയ്തു. ഏതുപോലെ എന്ന് വെച്ചാൽ നേരത്തെ കാസർഗോഡ് ഇതുപോലൊരു സംഭവം ഉണ്ടായി, ആ സംഭവം വ്യാജമായി പ്രചരിപ്പിച്ചതുപോലെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് അറിഞ്ഞത്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഇടപെടാൻ കാര്യം കേരളത്തിന് ഇതം പര്യന്തമായി നമ്മുടേതായ ഒരു സോഷ്യൽ സാഹചര്യം രാഷ്ട്രീയ പ്രമേയം വെച്ചൊക്കെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് നേടുന്നത്. അത് ഇരുമുന്നണികളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഭിന്നമായി നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ട് പിന്നെ പുറത്തു വന്നതുപോലുള്ളൊരു സാധനമായി ഞങ്ങളിതിനെ ഭയപ്പെട്ടത് കൊണ്ടാണ് UDF പ്രത്യേകിച്ച് ചെയർമാനും ഞാനൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം എത്രയാണ്? കാരണം ഒരു സ്ഥാനാർത്ഥി വേറെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഈ ഒരു വാർഡിൽ അതാണ് ആരാണ് ഇങ്ങനെ ഒരു SP ഫാത്തിമ നസീർ എന്ന് പറയുന്ന ഒരാൾ ഈ മണ്ഡലത്തിൽ 136 വാർഡുണ്ട്, 6 പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഈ മണ്ഡലത്തിൽ 136 വാർഡുണ്ട്. അവിടെ എവിടെയും UDFൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളൊരു സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരു പേരിലില്ല. ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് അറിഞ്ഞത്. ഇങ്ങനെ ഒരു പേരുള്ള ഒരു സ്ഥാനാർത്ഥി പ്രധാനമായിട്ടുള്ള ഒരു വേഷം അതാണ് മുഖമില്ലാതെ
പിന്നെ നിക്കാബ് ധരിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി, ഈ കാലത്ത് ആരെങ്കിലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പിന്നെ പൊതുസമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുമോ? മണ്ഡലത്തിൽ അല്ലെങ്കിൽ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മുഖമെങ്കിലും ഏറ്റവും കുറഞ്ഞത് മനസ്സിലാവണ്ടേ? അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിങ്ങളിതിൻ്റെ ഇൻറ്റൻഷൻ ഇതാണ് നമ്മൾ ഭയപ്പെടുന്നത്. സാമൂഹികമായും പിന്നെ മറ്റുള്ള നിലക്കൊക്കെ ഈ നാടിനെ അവമതിപ്പുണ്ടാക്കുക, ഈ നാടിൻ്റെ വലിയ സാമൂഹികമായ പിന്നെ അതുപോലെ പിന്നെ മതസൗഹാർദ്ദപരമായ കാഴ്ചപ്പാടിനെ തകർക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം. അത് ചില സംഘപരിവാർ ഗ്രൂപ്പുകളാണ് വല്ലാതെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് വെച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് അന്വേഷിക്കുന്നുണ്ട് എന്നും അത്തരം ഗ്രൂപ്പുകൾ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും അവരിപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. ഏതാണെങ്കിലും ഇനി ആരെങ്കിലും ഇത് ഷെയർ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ നിയമത്തിൻ്റെ മാർഗത്തിലേക്ക് മുന്നോട്ട് പോകുകയല്ലാതെ വേറെ തീർച്ചയായും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടിക്ക് പോകും. അത് ഏതറ്റം വരെ ഞങ്ങൾ പോകും. UDF സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികൾ വേങ്ങര പോലുള്ള ഒരു സാമൂഹികമായ ഒരു ഐക്യം, കമ്മ്യൂണൽ ഹാർമണി നിലനിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രമേയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വളരെ മോശമാണ്. ഞങ്ങളിവിടെ രാഷ്ട്രീയത്തെ കാണുന്നത് സക്രിയമായ രാഷ്ട്രീയ പ്രമേയങ്ങൾ, ജനങ്ങളുടെ ഇതംപര്യന്തമായ വിഷയങ്ങൾ, നമ്മുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാനാണ്. രാഷ്ട്രീയം അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ച ചെയ്യണം എന്നാണ് ലീഗും കോൺഗ്രസ് അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. തീർച്ചയായും പരാതിയുമായി മുന്നോട്ട് പോകും. വരും കാലത്തും ഇനി ആരെങ്കിലും ഇത്, കാരണം സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, ഇത് എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതവിടെ കിടക്കും, ഇതിങ്ങനെ ഇനി വീണ്ടും റീപോസ്റ്റൊക്കെ വരും. അപ്പം ഞങ്ങൾക്ക് അതിന് മുമ്പിൽ ഇപ്പം ഞങ്ങൾ സൈബർ കേസ് കൂടി പോവുകയാണ്. അപ്പോൾ സൈബർ സേന അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും എന്നാണ് കരുതുന്നത്. എന്നിട്ട് അവിടെ കൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ ജില്ലാ ഭരണാധികാരിക്ക് ഞങ്ങൾ കൊടുക്കും. വേണ്ടി വന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ ഞങ്ങൾ സമീപിക്കാൻ തയ്യാറാകും. ഇത് തന്നെയാണ് ഈ ലീഗ് നേതൃത്വം പറയുന്നത്. ഒരു നാടിനെ മോശമാക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ സമൂഹത്തെ, പ്രത്യേകിച്ച് ഇതര മതസ്ഥരിടയിൽ ഒരു വർഗീയമായ ഒരു ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു നടപടി എന്നാണ് ഇവർ സംശയിക്കുന്നത്. ഏതായാലും ഇവർ ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി, അതോടൊപ്പം ലീഗ് കമ്മിറ്റി ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.